എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം. അപ്പോൾ ഈ വ്ലോഗ് ഓണം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾക്ക് ഒരു ഓണം ഡേ കണ്ടാലോ. അപ്പം നമ്മുടെ ഇവിടെ രാവിലെ എണീറ്റ് തൃക്കാക്കര അപ്പനെയൊക്കെ വരവേക്കുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതിലും കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. കൂടുതൽ ഞാൻ വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, പോയി വീഡിയോ കണ്ടിട്ട് വായോ. അതുപോലെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞാൻ വീഡിയോ ഷോർട്സിനൊക്കെ ഷൂട്ട് ചെയ്യണ പോലെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെരിച്ചെടുക്കാൻ മറന്നുപോയി. എഡിറ്റ് ചെയ്തപ്പോഴേ ഓർത്തത്, അയ്യോ ഇതിങ്ങനെയല്ലല്ലോ, മറ്റേ ടൈപ്പല്ലേ എടുക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ അതൊന്നും എന്നെ ക്ഷമിച്ചേക്കാട്ടോ. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തൃക്കാക്കര അപ്പനെ വരവേറ്റ് നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ദിവസം, അതായത് അത്തം തൊട്ട് നമ്മൾ എവിടെയാണോ പൂക്കളം ഇട്ടായിരുന്നത് അവിടേക്കാണ് നമ്മൾ എതിരേറ്റ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചെയ്തു തരുന്നത് അരിമാവ് കൊണ്ട്, അതായത് അരിപ്പൊടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കോലം വരയ്ക്കും ആദ്യം. അതിന് ശേഷം നമ്മൾ തൂഷനില വെച്ചിട്ട് അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് കോലം വരച്ചിട്ട് നമ്മൾ നമ്മുടെ തൃക്കാക്കരപ്പനെയും പിന്നെ ഓരോ കാര്യങ്ങളും വയ്ക്കും. എനിക്ക് അതിൻ്റെയൊക്കെ പേര് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അവിടെയും പൂജിക്കും. അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് എതിരേറ്റ് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അവിടെയും സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യും. തൂഷനില വെച്ച് അരിമാവ് വിതറി വിളക്ക് വെച്ച് നമ്മൾ നമ്മുടെ തൃക്കാക്കരപ്പനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ കൊണ്ടുവന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ ചെയ്യണം. നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അത്തക്കളത്തിൻ്റെ ചുറ്റും നമ്മൾ ചിരാത കത്തിക്കാറുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചിരാതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അത്തക്കളത്തിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മൾ ചിരാതിയൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വെളിച്ചവും കുറച്ച് ഇരുട്ടും ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വീഡിയോനേക്കാളും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിമാവ് കൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ വാതിലിലും ഇങ്ങനെ കൈ പതിപ്പിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. കാമോത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇത് അവിടെ അമ്പലത്തിലിട്ടിരുന്ന പൂക്കളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഇതാണ് കഴിച്ചത്. നമ്മുടെ ഇവിടെ തിരുവോണത്തിന് ഇങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മുടെ സദ്യക്കുള്ള ഓരോ ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പം അമ്മ ഇവിടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ നുറുക്കി അത് വേവിക്കാൻ വയ്ക്കുമായിരുന്നു. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് സെറ്റാക്കി വെച്ചേക്കാണ് ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ നാളികേരമൊക്കെ ചിരകുവാണ്. എന്നിട്ട് ഓരോ കറികളായിട്ട് റെഡിയാവുകയാണ്. ക്യാബേജ് റെഡിയായി, അതുപോലെ തന്നെ അവിയൽ റെഡിയായി. ഇനി അടുത്ത് എന്തോ ഒരു കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കണ്ടല്ലോ, സഹായിക്കാമെന്ന് ഓർത്ത് തേങ്ങ എടുത്തുകൊണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മ അത് മേടിച്ചില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് പായസത്തിൻ്റെ പാല് തിളച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ ഇലയിട്ടു, അതിൽ 4 നുറുക്ക് വന്നു, പിന്നെ ചിപ്സ് വന്നു, പിന്നെ ശർക്കര വരട്ടി വന്നു, പിന്നെ ഇഞ്ചിത്തൈര് വന്നു, പിന്നെ ക്യാബേജ് വന്നു, സ്റ്റു വന്നു, പിന്നെ കാളൻ വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ പച്ചടി വന്നു, അത് കഴിഞ്ഞ് അവിയൽ വന്നു, പിന്നെ കട്ടിപ്പരിപ്പും വന്നു. അപ്പോൾ നമ്മുടെ ഇലയിലുണ്ടായിരുന്ന ടോട്ടൽ കറി ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെ കറികളുണ്ടായിരുന്നു, എത്ര തരം ഉണ്ടായിരുന്നു, അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ, ഒരു സെക്കൻഡല്ലേ എടുക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോറും വന്നു, സാമ്പാറും വന്നു. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ചേട്ടന് ജോലി ഉണ്ടായിരുന്ന കാരണം വേഗം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുക ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മയും കൂടെ കഴിക്കായിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ നമ്മൾ പായസവും കൂടെ കുടിച്ച്, നമുക്കിവിടെ സേമിയ പായസമായിരുന്നു, നിങ്ങളുടെ അവിടെ എന്ത് പായസമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതും കൂടെ കുടിച്ച് നമ്മുടെ കലാപരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.